നമ്മളാണ് കുട്ടികളെ ഇനി നമ്മൾ കാശുണ്ടാക്കി നമ്മളാണ് വളർത്തുന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അധ്വാനിച്ച് നമ്മൾ കാശുണ്ടാക്കണു, അപ്പോൾ ഇത്രയും മതി, ഇത്രയും കുട്ടികളെ മതി, അവരെ എത്രയും വളർത്തുന്നു എന്ന് ചിന്ത വരണം. പക്ഷെ ദൈവമാണ് വളർത്തുന്നിരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് സ്വയമേ ക്രമീകരിച്ച് പൊക്കോളും. എൻ്റെ പേര് രജിപോള്. ഞങ്ങൾ തൃശ്ശൂർ രൂപത മരത്താക്കര ഇടവകയിലാണ് പരിസരമുള്ള പള്ളി. എനിക്ക് ഭാര്യ, 4 മക്കൾ. മൂത്താൾ സാനിയ, ആൾ സിസ്റ്റർ പോയിരിക്കുകയാണ്. പിന്നെ സാന്ത്വന, പിന്നെ സാൻവിയ, പിന്നെ സാന്റോണിയോ. താഴെ മോനെ 4 വയസ്സ്. അവൾ ബൈബിൾ ഗ്രാമത്തിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് ലിസ. ഞങ്ങളുടെ വീട്ടിൽ ഇവരെ കൂടാണ്ട് അപ്പച്ചനും അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹാപ്പി ആയിട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിവാഹ സമയത്തൊന്നും അത്ര ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നീട് 2 മക്കൾ മൂത്ത 2 മക്കൾ പെട്ടെന്നായി. ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ മൂത്ത 2 പേരായി. പിന്നെ ഇങ്ങനെ വേണ്ട എന്നുള്ള ചിന്തയിലേക്കായിരുന്നു. ആ സമയത്ത് നമ്മൾ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രിയിൽ പങ്കെടുക്കുകയും അവരുടെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്തപ്പോൾ അതിലേക്ക് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരാണ്. ആ സമയം നമുക്ക് ദൈവം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളധികം കാണുന്ന 2 മക്കളുടെ ആൾക്കാരാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, ഫാദർ ജെയിംസ് കടവി. ആ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങൾ നിർത്തരുത്, മക്കൾ ഇനി വേണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ നമുക്ക് ദൈവം നമ്മളെ അടുത്തേക്ക് ആരെയൊക്കെ പറഞ്ഞേക്കണോടൊരു ഫീലിങ്സ് തോന്നി. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളല്ലെങ്കിൽ അതിന് ട്രൈ ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് മക്കളുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ 3ാമത്തെ മോളുണ്ടായി. 3ാമത്തെ മോളുണ്ടായതിന് ശേഷം പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തൊരു പ്രഗ്നൻസി കൂടി ഉണ്ടായി. പക്ഷെ അത് അബോട്ടായി. പിന്നെ അതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് 4ാമത്തെ ഉണ്ണി ഉണ്ടായത്. 4ാമത്തെ ഉണ്ണി ഉണ്ടാവാനായിട്ട് കുറച്ച് സമയം ശരിക്കും ഗ്യാപ്പ് വന്നിരുന്നു അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ് മക്കളുടെ ജനനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാകും. 2 ആൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പിന്നെ ഇനി വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 8 വർഷത്തിന് ശേഷമാണ് 3ാമത്തെ ആളുണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ആരും ചോദിക്കണ്ടായിരുന്നില്ല. ആ സമയമായപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, നിങ്ങൾ നിർത്തിയോ? കാണുന്നവരൊക്കെ പള്ളിയിലായാലും എവിടെയായാലും എല്ലാവരും ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം വന്നു, ഇനിയൊരു ഉണ്ണീനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നു. നമ്മളാണ് കുട്ടികളെ ഇനി നമ്മൾ കാശുണ്ടാക്കി നമ്മളാണ് വളർത്തുന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അധ്വാനിച്ച് നമ്മൾ കാശുണ്ടാക്കണു, അപ്പോൾ ഇത്രയും മതി, ഇത്രയും കുട്ടികളെ മതി, അവരെ എത്രയും വളർത്തുന്നു എന്ന് ചിന്ത വരണം. പക്ഷെ ദൈവമാണ് വളർത്തുന്നിരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് സ്വയമേ ക്രമീകരിച്ച് പൊക്കോളും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നിയത്. ഭൗതികമായിട്ട് പറഞ്ഞാൽ നമുക്കിതുവരെ വലിയൊരു രീതിയിലല്ലെങ്കിലും അങ്ങനെ താഴ്ചകളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾക്ക് കൂട്ടുകുടുംബമായതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ലിസ പറഞ്ഞോളം തന്നെ കാശുണ്ടായിട്ട് മക്കളെ വളർത്തുന്ന നല്ല കാര്യത്തിലല്ല, പല കാര്യം ഇപ്പോൾ നമ്മൾ നിസ്സാര ചില കാര്യങ്ങൾ നോക്കുമ്പോൾ പോലും ഒക്കെ ദൈവം ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മക്കളെ പഠിപ്പിൻ്റെ കാര്യമായാലും ഏത് സ്കൂളിൽ ചേർക്കണം, എങ്ങനെ വണ്ടിയിൽ എങ്ങനെ വിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നിസ്സാര കാര്യങ്ങളാണെങ്കിലും നമുക്കത് ശരിക്കും ദൈവം ക്രമീകരിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഭൗതികമായിട്ട് അങ്ങനെ വലിയ താഴ്ചകളിലേക്കൊന്നും ദൈവം കൊണ്ടുപോയിട്ടില്ല. സമയാസമയങ്ങൾ കൃത്യമായിട്ട്, അപ്പോൾ എൻ്റെ ബിസിനസ്സിലായാലും സമയാസമയങ്ങൾ ശരിക്കും ക്യാഷൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സഹായിക്കുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതോട് കൂടി തന്നെ. മതബോധനം അവർ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ മാക്സിമം കാറ്റസിസത്തിന് മുടങ്ങാണ്ട് വിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വല്ലാണ്ട് അങ്ങനോട് അവരോട് പറയേണ്ടി വന്നിട്ടില്ല. അവർ സ്വയം അവരുടെ സ്റ്റേജ് ആകുമ്പോൾ കറക്റ്റ് ചെയ്ത് പോവാറുണ്ട്. വലിയ കുഴപ്പമുണ്ടാവാറില്ല.
ഞാനൊരു മതാദേവനാണ്. 29 വർഷമായി ഇപ്പോൾ കാറ്റീസം എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് അങ്ങനെ അതിനോടൊരു ചായവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകാറുണ്ട്. പള്ളിയിൽ പോയി തുടങ്ങി എല്ലാ ദിവസവും പോയി തുടങ്ങിയിട്ട് ഒരു 10 വർഷമാണല്ലോ. അതുകൊണ്ട് അതിനോടൊപ്പം അവരെയും നമ്മൾ മൂന്നാമത്തെ ഉണ്ണി ഉണ്ടായതിനു ശേഷം, സാൻവി ഉണ്ടായതിനു ശേഷമാണ് പള്ളിയിൽ പോയി സ്ഥിരമായിട്ട് പോയി തുടങ്ങിയത്. എല്ലാവരും കുടുംബടക്കം. മറ്റേ ഞാൻ കുറച്ചാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാലത്തായിട്ട് പള്ളിയിൽ പോകണം എന്നുള്ളൊരു ജ്വരം ഇപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കാനും പോകാനായിട്ടുള്ളൊരു ചിന്ത അവരിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. താഴെയുള്ള ഉണ്ണിയായാലും ചില ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ ഇന്ന് പള്ളിയിൽ പോയില്ലോ എന്നുള്ളൊരു രീതിയിൽ അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത കയറിയുണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ദൈവകൃപ വേണം. അപ്പോൾ ദൈവകൃപ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാറ്റീസം പഠിക്കാനായിട്ട് നമ്മളിവിടെ നിർബന്ധിക്കാറൊന്നുമില്ല. പക്ഷെ അവർ സ്വയം പഠിച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ നീങ്ങിട്ട് രണ്ടാമത്തോള് ഫസ്റ്റൊക്കെ മേടിച്ച് അങ്ങനെ കാറ്റീസിൻ്റെ ഫസ്റ്റൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. മൂന്നാമത്തോളും ഫസ്റ്റ് മേടിക്കാം. അപ്പോൾ ഈ വർഷം എഴുത്തായി പാളൊന്ന് പിന്നിലേക്ക് പോയി. എന്നാലും കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂത്തോരൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് പലപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കെയർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ മൂത്തതായ കാരണം കുഞ്ഞു പിള്ളേരെ നോക്കുമ്പോൾ എനിക്ക് നാലാമത്തെ ഉണ്ണി ഉണ്ടായപ്പോൾ അവരാണ് ഫുള്ള് ഉണ്ണിനെ നോക്കിയത്. അപ്പോൾ അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറിങ്ങും ഇതും കൂടുതലുള്ളതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അധികം തോന്നിയിട്ടില്ല. പിന്നെ മൂത്ത കുട്ടികൾ ശരിക്കും വീട്ടുകാര്യങ്ങളിലുള്ള സഹായിക്കാനൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് മടി കാണിക്കുമെങ്കിലും നന്നായിട്ട് സഹായിക്കാറുണ്ട്. ഇപ്പോൾ രാത്രി പാത്രം കഴിയാനായാലും മറ്റു വിറ്റടിക്കാനായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സഹായിച്ചു പോകാറുണ്ട്. പരസ്പരം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ മക്കളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എല്ലായിടത്തെയും പോലെ തന്നെ വൈഫാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ. പിന്നെ നമ്മൾ വരുമ്പോൾ അവരായിട്ട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ടുള്ള സമയങ്ങൾ കണ്ടെത്താറുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ പഠിപ്പിൻ്റെ കാര്യങ്ങളിലായാലും മറ്റുള്ള ഇതിലൊന്നും വലിയൊരു വിഷയം നമുക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ കൂടുതലും മക്കൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതല്ല, എന്തൊരു സാധനം അല്ലെങ്കിൽ ഒരു ഇതല്ലല്ലോ, ജീവനല്ലല്ലോ. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മക്കൾ കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ കൂടുതലുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ദൈവകൃപയും ദൈവാനുഗ്രഹവും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ അതാത് സമയങ്ങളിൽ ആരെയൊക്കെയോ വിട്ട് ദൈവം നമ്മളെ വഴി നടത്താനായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരെല്ലാവരും +2 ആവുന്നതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തികമായ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വന്നിട്ടില്ല. ഇനി കൂടുതൽ പഠിപ്പുകളിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ആവശ്യങ്ങൾ വരിക. പക്ഷെ എന്നെ ചിന്തിച്ച സമയത്ത് ദൈവം അതിനെ ഏതാണോ അവർ വഴി. ഇപ്പോൾ മൂത്തോള് ഒരിക്കലും സിസ്റ്റം പോകുന്ന അവൾ ആദ്യത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ആൾക്കൊരു പെട്ടെന്നൊരു തോന്നിയതാണ് സിസ്റ്റം പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചു. +2 കഴിഞ്ഞിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വാശി പിടിച്ചു. പക്ഷേ എന്നാലും പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ചപ്പോൾ ആൾ +2 കഴിഞ്ഞിട്ട് പോയുള്ളൂ. പക്ഷേ അത് 2 വർഷത്തിനുള്ളിൽ അവളൊരു എനിക്ക് തോന്നുന്നു ബോൾഡായിട്ടൊരു തീരുമാനത്തിൽ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനതിലേക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. കാരണം ആ ഒരു തീരുമാനത്തിലെത്താനായിട്ട്. അതുപോലെ തന്നെ എല്ലാ മക്കളെയും ദൈവം ക്രമീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ച് പോകും. ക്യാമ്പിന് പോയപ്പോൾ എന്തോ സന്യാസ സമൂഹത്തിന്റെ സന്തോഷം, ഒരു ജോയ് കണ്ടു. അപ്പോൾ അത് പോകണം തോന്നി. പിന്നെ ഈശോനെ അറിഞ്ഞു. അപ്പോൾ എന്താ ഈശോയ്ക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയോട് അടിച്ചുപൊളി ജീവിക്കണം, അത്ര ഉണ്ടാകുന്നുള്ള മൈൻഡിൽ അങ്ങനെ പോയി. ഈശോയുടെ ഇതിക്ക് വരുമ്പോൾ ഒന്നും പേടിക്കില്ല. കാരണം ഈശോ നമ്മള് കൂടെ നടക്കാണ്. അപ്പോൾ നമ്മൾ ഈശോനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈശോയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വീട്ടുകാരെ നോക്കാന്നുള്ളത്. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈശോയോട് പറയാം ഈശോയെ വീട്ടുകാരെ നോക്കിയോളൂ. അതിനിപ്പോൾ വീട്ടുകാരെ വിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ ഈശോയുടെ കൂടെ ഹാപ്പി ആണെങ്കിൽ ഈശോ നമ്മുടെ വീട്ടുകാരുടെ കൂടെ അതിനേക്കാളും ഡബിളായിട്ട് ഹാപ്പി ആയിരിക്കും. ഞാൻ സാന്തു വിയക്കുട്ടി സാധനം എന്നുള്ളൊരു ഓർഡർ എങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അവരെന്തായാലും ഒറ്റയ്ക്കാവില്ല. കാരണം എന്തായാലും ആരെങ്കിലും ഒക്കെ കൂടി ഉണ്ടാവും എന്നുള്ളത്. കുറച്ച് പേര് കൂടി ഉണ്ടെങ്കിൽ അത് തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കൂടുതൽ മക്കളുള്ളത് ബുദ്ധിമുട്ടാവും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പലപ്പോഴും ആൾക്കാർ കുറച്ച് മതി എന്നുള്ള ചിന്ത വരുന്നത്. പക്ഷെ നമ്മൾ സ്വയമേ അത് ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും കൂടുതൽ മക്കളായപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ സ്വയമേ ഇതായി പോകും. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഇതായാലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആ സമയമാകുമ്പോഴേക്കും ദൈവം ക്രമീകരിച്ച് തന്നിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇനിയും അങ്ങനെ ആവും എന്നുള്ള ഇതിൽ ഞങ്ങൾ പോകണം. എനിക്ക് കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ശരിക്കും നമ്മളും ശരിക്കൊരു
ചെറുപ്പമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നാളെ 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനായിട്ട് കളിച്ചിരിക്കുമ്പോൾ നമുക്കും ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു എനർജി കിട്ടാനൊക്കെ ആയിട്ട് അത് വീട്ടിലുള്ളവർക്കും ഇപ്പോൾ അപ്പച്ചനായാലും അമ്മച്ചിയായാലും കൊച്ചു കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി കിട്ടാനായിട്ട് കൂടുതൽ മക്കളുടെ വീടുകളിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും ജീവിതം വളരെ സന്തോഷകരമായിട്ടും ദുഃഖങ്ങളുണ്ടെങ്കിലും അവരെ കളികളും സന്തോഷകരമായിട്ടും കുറച്ചുകൂടി എനർജി വരുന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ ആരോഗ്യം കൂടുന്നതൊക്കെ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ട്. തല്ല് കൂടുമ്പോൾ തന്നെ നമുക്കറിയാം ജീവിതത്തിലാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംസാരം ഉണ്ടാകുമ്പോൾ തന്നെ ഒപ്പം തന്നെ സ്നേഹം പങ്കുവയ്ക്കുന്ന അവർ കാണണമെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കാണുന്നതിൽ അവർക്ക് വളരെ ചേഞ്ച് ഉണ്ട്. നമ്മൾ ചെറിയ തല്ലുകൂടിയായാലും ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അവരത് ശരിക്കും കണ്ട് ഒപ്പിയെടുക്കുന്നുണ്ട്, നമ്മൾ സ്നേഹത്തിലേൻ്റെ പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ അങ്ങനെ നല്ല രീതിയിൽ അവർ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തല്ലൂട്ടമൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് ആ തല്ലൂട്ടം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു കെട്ടിപ്പിടുത്തത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഞങ്ങൾക്ക് അത് കാണാൻ പറ്റാറുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു തല്ലൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇണക്കത്തിലേക്ക് ആയിട്ടാണ് ഞങ്ങൾ മിക്കതും ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത എല്ലാ ദിവസവും. അവരുടെ മുമ്പിൽ തല്ലുപിടിങ്ങി അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇണക്കം നടത്തുക, അല്ലെങ്കിൽ അവർക്കതൊരു മുറിവായിട്ട് പലപ്പോഴും കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാണ്ട് അവരുടെ മുന്നിൽ തന്നെ ഇണക്കം കാണിക്കും. ആ ഇണക്കം കാണിക്കുമ്പോൾ നമ്മൾ തല്ലുകൊണ്ടികൾ ഒരു 100% സന്തോഷം അവരുടെ മുഖത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ ചില ദിവസങ്ങളൊക്കെ വിട്ടുപോകും, എന്നാലും മിക്ക ദിവസങ്ങളും രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു സ്വർഗസ്ഥനായ നന്മ വിശ്വാസ പ്രമാണം അത് ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന അങ്ങനെ ചെല്ലാറുണ്ട്. പിന്നെ നോമ്പ് സമയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ മക്കളും എല്ലാവരും അടക്കം ഒരുമിച്ചിരുന്ന് റൂമിൽ പേഴ്സണലായിട്ട് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാലത്ത് എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളെല്ലാം മിക്കവാറും എല്ലാ ദിവസങ്ങളും കുട്ടികളെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പ്രാർത്ഥന ചൊല്ലി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാനായിട്ട് മാക്സിമം സമയം പറ്റാറുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് കുടുംബമായിട്ട് തന്നെ സംബന്ധിക്കാൻ സാധിക്കാറ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി, അതെല്ലാം മാസത്തിലൊരിക്കൽ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കൂടാണ്ടാവുള്ളൂ. തൃശ്ശൂർ മേഖലയിൽ ഞങ്ങളൊരു 9 കുടുംബങ്ങൾ എല്ലാം മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി ഒരു പ്രയറും സ്തുതിപ്പും ഒക്കെ ആയിട്ടൊരു ഇതിൽ പോകാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുട്ടികളും കൂടിയാണ് പങ്കെടുപ്പിക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനസികമായിട്ടൊന്ന് ആ പ്രയറിലും അല്ലെങ്കിൽ അതിനോടൊന്ന് വളരും, ഒപ്പം കുട്ടികളും വളരും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നതിനേക്കാളും ആ കുട്ടികളൊക്കെ ആ കൂട്ടത്തിലിരുന്ന് പറയുമ്പോൾ അവർ കൂടുതൽ പറയാനും അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ബഹിസ്ഫുരണം എന്നാണ്. പള്ളിയിൽ പോകുമ്പോഴായാലും അവർ ഇപ്പോൾ ഈശോനെ കണ്ടു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് തന്നെ കുമ്പിടാനൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ ചെയ്യുന്നൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു പേഴ്സണൽ നമ്മുടെ പ്രയർ അത് എല്ലാ കുടുംബങ്ങളും ഞാൻ പറഞ്ഞ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി എന്നല്ല, ഏതെങ്കിലും ഒരു കൂട്ടായ ഒരു പ്രാർത്ഥനയിൽ ഒരു 3-4 കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടായ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പോകുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ജീവിത വ്യഗ്രതയുടെ ഇടയിൽ പലപ്പോഴും പല കാര്യങ്ങളും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു റുട്ടീൻ വരുമ്പോൾ അതിൽ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി ഞാൻ പറഞ്ഞാൽ എല്ലാ മാസവും ഒരിക്കൽ കൂടും, ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയിട്ട് ഈ പ്രയർ ഒരു ഇത് നടത്താറുണ്ട്.
മിഷൻ യാത്ര പോകണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ചെറിയൊരു ട്രിപ്പ് പോലെ പഞ്ചാബിൽ ഞാൻ തന്നെ ഒന്ന് പോയിരുന്നു. അവിടെ ഒരച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, ഷാജൻ ചെരുമ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അവിടേക്ക് ആൾ മിഷനായിട്ട് പോയതാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഒന്ന് പോയി കുറച്ച് 2-3 ദിവസം ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങിയത്. അവിടെ വരുമ്പോൾ വെറുതെ കൊണ്ടുവന്നു അവിടെ കുർബാനയ്ക്കായാലും ഒക്കെ സ്ഥലങ്ങൾ പരിമിതികൾ, സ്ഥലങ്ങൾ വളരെ ദൂരെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ പലപ്പോഴും ഒരു മിഷൻ യാത്ര അങ്ങനെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു മിഷൻ വില്ലേജിലേക്ക് ഒന്ന് പോയി 1-2 ആഴ്ച ഒന്ന് പോരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പറയണ്ട, മക്കൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ നമുക്കൊന്ന് യാത്രയായിട്ട് ഇങ്ങനെ പോകണം, ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ചെയ്യണം. മഞ്ഞ ചുരിദാറാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇത്രയും വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ണം കുറവായിരുന്നു. അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇഷ്ടമായത്. ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന് പെണ്ണ് കാണാൻ. അപ്പോൾ ചേട്ടൻ ഇതുപോലെ വണ്ണം കുറവ് തന്നെയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇത് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു ഇന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം എന്നോടാണ് തുറന്ന് പറയുള്ളൂ. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വേറെ പുറമത് അങ്ങനെ അധികം കാണിക്കില്ല. നല്ല കെയറിങ് ആണ്. പിന്നെ ഞാനായിട്ട് തന്നെ ഇരിക്കാൻ ഫോഴ്സ് ചെയ്ത് വേറെ ചെയ്യണം അങ്ങനെ പറയാറില്ല. ഞാനായിട്ട് തന്നെ ഇരിക്കാൻ കുറേയൊക്കെ വിട്ടു തരാറുണ്ട്. പിന്നെ നന്നായിട്ട് കെയർ ചെയ്യും. മക്കളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ ഇല്ലെങ്കിലും നോക്കും. ഇടയ്ക്കൊക്കെ കുറച്ച് ഇത് പറയെങ്കിലും നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. ആ പ്രാത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല ആ സമയത്ത്. പിന്നീട് അത് ക്ലിയർ ആക്കാവുന്ന രീതിയിൽ പറ്റുന്നതാണെങ്കിൽ പിന്നീട് ക്ലിയർ ആക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ തർക്കിക്കാൻ പോയിട്ടോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ അപ്പോൾ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ തിരുത്തും. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ നേച്ചറനുസരിച്ച് ഞാൻ സാധാരണ പിന്നെ സംസാരിക്കില്ല, കൂടുതൽ സംസാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിലൂടെ തന്നെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് വിഷമം വരികയാണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ബൈബിൾ വായനയാണ്. ബൈബിൾ വായിക്കും. പിന്നെ പാട്ടുകൾ വെച്ച് തന്നെ സ്വയം പാടി ഈശോയുമായിട്ടൊരു അങ്ങനത്തെ ബന്ധങ്ങളാണ് കൂടുതൽ. പിന്നെ ആരാധനയ്ക്കും പോകാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെയാണ് ഈശോയായിട്ടുള്ളൊരു ബന്ധം. നല്ല പ്രായത്തിൽ മക്കളുണ്ടാവുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. മക്കൾക്കും അല്ലെങ്കിൽ മറ്റേ സമൂഹത്തിനും ഒക്കെ നല്ലത് നല്ല പ്രായത്തിൽ മക്കളുണ്ടാവുന്നത് തന്നെയാണ്. വൈകി ഉണ്ടാകുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നത് എപ്പോഴും ഒരു 20-25 വയസ്സിനുള്ളിൽ ഉണ്ടാവണമെന്നാണ് എനിക്കൊരു തോന്നിയിട്ടുള്ളത്. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് അടിച്ചു പൊളിക്കട്ടെ, എനിക്ക് ജോലിയുണ്ട്, എനിക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വേണം. അവർ ഫാമിലി എന്ന് പറയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് കൊണ്ടായിരിക്കാം നേരം വൈകിട്ടായാലും എനിക്ക് സ്വയം ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് വേണം ഉള്ളൊരു ചിന്ത വരുന്നത് കൊണ്ടായിരിക്കാം മിക്കതും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഫാമിലി എന്ന് പറയുമ്പോൾ 2 പേരും ഒരുമിച്ചാവുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഈ കുട്ടികൾ ആ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടി എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നീങ്ങുകയുണ്ട്. അത് സാമ്പത്തിക ഭദ്രതയൊക്കെ നോക്കിയിട്ടാവും. പക്ഷെ സാമ്പത്തിക ഭദ്രതയേക്കാളും നല്ലത് എനിക്കാണ് കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് നോക്കാവുന്ന രീതിയിൽ സെറ്റപ്പിൽ ആ രീതിയിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മതാധ്യാപനം നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചകളും നമ്മളത് പോകുമ്പോൾ അതിൽ നിന്നൊരു എനർജി ശരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരാഴ്ച ഒരു അധ്യാപനം നടത്തി അല്ലെങ്കിൽ മതബോധനം നടത്തി കുട്ടികളായിരിക്കുമെങ്കിൽ ഇത് അവരായിട്ട് വിശ്വകുർബാനയിൽ കൂടെ ഇരുന്നൊക്കെ ചെയ്യുന്നു വരുമ്പോൾ അതിൽ നിന്നൊരു എനർജി നമുക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട്. അതിലൊരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ആരാധനയ്ക്ക് മിക്കവാറും പറ്റാവുന്ന ദിവസങ്ങളെല്ലാം പുത്തമ്പള്ളിയിലെ ആരാധനയ്ക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇരിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. സാധാരണ ഒരു ഇതൊക്കെ പറ്റാറുണ്ട് അത്. പിന്നെ പേഴ്സണൽ പ്രയർ വിശ്വകുർബാനയ്ക്ക് എല്ലാ ദിവസവും പോവും.
കാലത്ത് എഴുന്നേറ്റിട്ട് ഞാനും ഭാര്യയും കൂടി ചെറിയൊരു പ്രയർ മിക്കവാറും ദിവസങ്ങളിൽ നടത്തും. ഞങ്ങൾ മാത്രമായിട്ട് മിക്കതും പോകാറുള്ളത് പുത്തമ്പള്ളിയിലായിരിക്കും കൂടുതൽ പോയിട്ടുള്ളത്. അവിടെ ആരാധനയ്ക്ക് പോയി കുറച്ച് നേരം ഇരിക്കും. ഇത് ഈശോയ്ക്ക് അവകാശപ്പെട്ട കാശാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദശാംശം മാറ്റി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ദശാംശം മാറ്റി വെച്ച് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ ആർക്കും അതൊരു വിഷമമായിട്ട് മാറില്ല. അല്ലെങ്കിൽ എനിക്കായാലും പണ്ട് കാലങ്ങളിൽ ദശാംശം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്കില്ല ശരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിമിറ്റഡ് നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു ദശാംശം കൊടുക്കാനായിട്ടൊരു ഇപ്പോൾ മനസ്സിന് സങ്കോചമില്ല. ഞാനൊന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പുറത്ത് പോയി നിന്ന് സാന്ത്വനിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പോൾ അതുപോലെ അപ്പാപ്പൻ്റെ അടുത്തായാലും അമ്മാമ്മയുടെ അടുത്തായാലും ഒരാളുടെ അടുത്ത് നിന്ന് കേത് കിട്ടുമ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോയിട്ടൊന്ന് സാന്ത്വനം കിട്ടിയാലാണ് അവർ ബാലൻസ് ആയിട്ട് പോവുള്ളൂ എന്നൊരു തോന്നൽ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. മാതാപിതാക്കൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും ട്യൂഷനുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കണ്ട് പള്ളിയിലേക്ക് പോലും വിടാത്ത, സംഘടനകളിലേക്ക് വിടാത്തൊരു കാലഘട്ടമാണ്. സംഗതി കുട്ടികൾ കൂടുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനും ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ അച്ഛന്മാർ പറഞ്ഞോട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തിയിട്ടൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മൊബൈലും ടി വിയും ട്യൂഷനും മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ ഈ എക്സ്ട്രാ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് കുട്ടികളെ ഒരു സംഘടനാ ബേസിൽ നമ്മൾ മൊറാലിറ്റി അതായത് പറയുക ആ രീതിയിൽ വളർത്തുന്ന സംഘടനയിലൂടെ വളർത്തുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെയല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൻ്റെതായ കാര്യങ്ങൾ അമ്മയും സഹായിക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡും ഇപ്പോൾ കുറേയൊക്കെ സഹായിക്കും. പിന്നെ മക്കളും മൂത്തവരൊക്കെ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഷെയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫാമിലി നല്ല അടിപൊളിയായിട്ട് പോവാം. അത്രയും എനിക്ക് പറയാനുള്ളത്. മൊബൈലിൻ്റെ ഉപയോഗം മൊത്തത്തിൽ എല്ലായിടത്തും കൂടുതലാണ്. സംഗതി നമ്മളും കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളെല്ലാം അത് നിർത്താനും, അതിപ്പോൾ നമ്മുടെ മക്കളായാലും ഇപ്പോൾ നോമ്പ് കാര്യങ്ങൾ വരുമ്പോൾ യൂട്യൂബ് കാണില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ സ്വയം പറയുമ്പോൾ അതിൻ്റെ ഒരു നിർത്താനൊക്കെ ആയിട്ട് സാധിക്കാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക ഉപയോഗിക്കാത്ത സമയത്ത് അവരെടുത്ത് കുറച്ചേരം ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സമ്മതിക്കാറുണ്ട്. എന്നാലും ഒരു പരിധിവരെ അവരൊക്കെ കൊറോണ സമയത്തൊക്കെ ഇപ്പോൾ പല വീടുകളിലും 2-3 മൊബൈൽ ഉണ്ടായിട്ട് പറ്റണില്ല എന്നൊരു കാര്യമൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് മക്കളെ സംബന്ധിച്ച് പഠിക്കാനൊന്നും അവർ വേറെ മൊബൈലിന് വേണ്ടി ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ അവർ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അത്ര അത് വലിയ ഉപയോഗം ഇല്ലാതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുണ്ട്. മൊബൈൽ അവർ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും മാറ്റിവെക്കാൻ പറയുമ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോകുന്നുണ്ട്. അവർ കുഴപ്പമില്ലാണ്ട് പറഞ്ഞൊക്കെ അനുസരിച്ച് പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ തീരെ കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരെ ഇതില്ല. അപ്പോൾ ഇടയ്ക്ക് കൊടുക്കും, സമയ ലിമിറ്റ് വെച്ചിട്ട് നമ്മളത് ഇതാക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെല്ലാം നമ്മൾ പള്ളികളിലെ മറ്റു സംഘടനകളിലായാലും മറ്റു കാര്യങ്ങളിലായാലും ചേർത്തി വളർത്താൻ. ഇപ്പോൾ താഴെയുള്ള തിരുവനന്തപുരത്തുണ്ട്, മൂത്തുള്ള CLC-യിലുണ്ട്. അപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് തോന്നും ആൾക്കാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട്. അങ്ങനെ മോനുണ്ടായ വഴിക്ക് ഈ 3 മക്കളോട് പറഞ്ഞത് അവനെ ഇനി നമുക്ക് ആൾട്ടർ വോയിസിൽ ചേർന്നിട്ടാന്ന് പറഞ്ഞത് ഉണ്ടായ വഴിക്ക്. അപ്പോൾ അതൊക്കെ അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇടവകയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഇടവകയിൽ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ മതാധിപനായിട്ട് വർക്ക് ചെയ്യുന്നത് പോകണല്ലോ. മറ്റു കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യേണ്ട അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു. ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു.